നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ആരാന്ന്? അകത്ത് ആളുണ്ട്. അത് മനസ്സിലായി. ഒന്ന് വേഗം തുറന്ന ഉപകാരം. എന്താ ഇത്ര അത്യാവശ്യം? എനിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട്. എന്നാ 2-3 റൗണ്ട് ഓടിയിട്ടിങ് പോരെ. തീർത്ത് കഴിഞ്ഞ് കുളിക്കുന്നതാ നല്ലത്. പെണ്ണെ കളിക്കല്ലേ, ഓട്ടോ ഓടാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ആണോ? എനിക്ക് മനസ്സിലായില്ല. എന്തായാലും തൽക്കാലം ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വലിയ കഷ്ടമാണല്ലോ. അവര് കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. ആര് വിളിച്ചാലും എനിക്കെന്താ? ഇയാളില്ലെങ്കിലേ നാട്ടില് വേറെ നല്ല ഓട്ടോക്കാരുണ്ട്. എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കല്ലേ. ഞാൻ ഇയാളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ? എന്ത് ദ്രോഹം ചെയ്തെന്നോ? ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? എന്നിട്ട് ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെയാണല്ലോ നോട്ടവും ഭാവവും പ്രകടനവും ഒക്കെ. ശരി, സമ്മതിച്ചു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒന്ന് ഇറങ്ങിയാ മതി. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ കുറ്റക്കാരൻ? ഞാൻ തന്നെയാ. സമ്മതിച്ചു പോരെ? ആഹാ, തെറ്റ് ചെയ്തിട്ട് അത് ഞെളിഞ്ഞു നിന്ന് മഹാകാര്യമായിട്ട് വിളിച്ചു പറയാണോ ചെയ്യേണ്ടത്? പിന്നെ എന്ത് വേണമെന്നാ? മാപ്പ് പറയണം. സമസ്ത അപരാധവും ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചാ ഞാൻ ഇപ്പൊ ഇറങ്ങും. ഇല്ലെങ്കിൽ ചേട്ടന്റെ ഓട്ടം നാട്ടുകാരോടുവേ. എന്ത് വേണോന്ന് വേഗം പറ. സമയം പോകുന്നേ. ശരി, ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് ചോദിക്കുന്നു. മാപ്പ്. ഇതിങ്ങനെ കടയിൽ ചെന്നിട്ട് ഭൂപടം ചോദിക്കുന്ന പോലെ മാപ്പ് മാപ്പെന്ന് പറഞ്ഞാ പോരാ. ഞാൻ ഇതുവരെ ഭവതിയോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഉള്ള സമസ്ത അപരാധം ഏറ്റു പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയണം. ഞാൻ ഇതുവരെ ഭവതിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും സമസ്ത അപരാധം ഏറ്റുപറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. അപ്പം മര്യാദയുടെ ഭാഷ അറിയാല്ലേ? അറിയോണ്ട്. നിക്കടി ഇവിടെ. നീ ഇപ്പോഴും ഉണ്ടോ വെളിയില്? ഉണ്ടല്ലോ. എന്തേ വന്ന് പുറം തേച്ചേർന്നു ഇയാൾക്ക്? അയ്യോ, നിന്റെ തേപ്പ് എനിക്ക് വേണ്ടടി. ഞാൻ പറഞ്ഞ മാപ്പേ അത് വെറും കോപ്പാ. വായിന്ന് തുപ്പിയ വെറും വാക്ക്. എടി, നിന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇനിയും പറയും, ഇനിയും ചെയ്യും. സമസ്താപരാധം ഏറ്റു പറഞ്ഞതേ ഞാനിങ്ങി തിരിച്ചെടുത്തു. നിന്നെ പൂട്ടിക്കെട്ടാനുള്ള പുതിയ അടവുകളായിരിക്കും ഇനി ഞാൻ പുറത്തെടുക്കുന്നത്. എടി, അഹങ്കാരത്തിന്റെ കൈയും കാലും വെച്ചവളെ. ഇനി നീ എന്റെ കൈവാക്കൽ എങ്ങനെ വന്ന് നിന്ന വരഞ്ഞു കീറി ഉപ്പും മുളകും തേച്ച് എണ്ണയിലിട്ട് പൊരിക്കും ഞാൻ. മേലാൽ എന്റെ മുമ്പിൽ നീ വന്ന് നിക്കരുത്. കേട്ടോടി ഭൂശട്ടെ, വൃത്തികെട്ടവളെ. കാണിച്ചു തരാം ഞാൻ. ഇവൻ ഇന്ന് ഞാൻ നല്ല ചുവന്ന ധരം, പക്ഷെ ചായം പുരട്ടയണം. ഈ കവിള് ചുവന്ന് തുടുക്കാൻ ആണിങ്കരം പതിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.